നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ സൂപ്പർ താരം കെയ്ൻ വില്യംസിന്റെയും ഇന്ത്യൻ വംശജനായ രജിൻ രവീന്ദ്രയുടെയും സെഞ്ചുറി കരുത്തിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ റൺമലയ്ക്ക് മുന്നിൽ ചങ്കുറപ്പോടെ പൊരുതിയ ഡേവിഡ് മില്ലറിനും ദക്ഷിണാഫ്രിക്കയെ രക്ഷിക്കാനായില്ല. തോൽവി ഉറപ്പിച്ചെടുത്തു നിന്ന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ആത്മവിശ്വാസത്തോടെ തകർത്തടിച്ച് ഇന്നിംഗ്സിലെ അവസാന പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കി ഡേവിഡ് മില്ലർ തിളങ്ങിയിട്ടും ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്ത് ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ. മില്ലറിനൊപ്പം സമാനമായ ചങ്കുറപ്പോടെ പൊരുതാൻ ദക്ഷിണാഫ്രിക്കൻ നിരയിൽ മറ്റാർക്കും സാധിക്കാതെ പോയതാണ് അവർക്ക് വിനയായത്. ഞായറാഴ്ച ദുബായിലെ രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരിൽ ഇന്ത്യയാണ് ന്യൂസിലൻഡിന്റെ എതിരാളികൾ. സെമിയിൽ കരുത്തരായ ഓസീസിനെ 4 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. സെമിയിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലൻഡ് നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 362 റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ മറുപടി 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 312 റൺസിൽ അവസാനിച്ചു. പിരിയാത്ത 10ാം വിക്കറ്റിൽ ലുങ്കി എൻഗിഡിക്കൊപ്പം 27 പന്തിൽ 56 റൺസ് അടിച്ചുകൂട്ടിയാണ് ഡേവിഡ് മില്ലർ ദക്ഷിണാഫ്രിക്കയുടെ തോൽവി ഭാരം കുറച്ചത്. ഇതിൽ എൻഗിഡിയുടെ സംഭാവന ഒറ്റ റൺ മാത്രം. 10 ഓവറിൽ 43 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് പിഴുത ക്യാപ്റ്റൻ മിച്ചൽ സാന്റണിന്റെ നേതൃത്വത്തിലാണ് കിവീസ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരെ തളച്ചത്. 67 പന്തിൽ 10 ഫോറും 4 സിക്സും സഹിതമാണ് മില്ലർ 100 റൺസ് എടുത്തത്. കൈൽ ജെയ്മിസൺ എറിഞ്ഞ അവസാന ഓവറിലെ അവസാന പന്തിൽ ഡബിൾ എടുത്താണ് മില്ലർ സെഞ്ചുറി പൂർത്തിയാക്കിയത്. റാസിൻ വാഡർ ദസൻ 66 പന്തിൽ 4 ഫോറും 2 സിക്സും സഹിതം 69 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ടെംബ ബാവു 71 പന്തിൽ 4 ഫോറും 1 സിക്സും സഹിതം 56 റൺസ് എടുത്ത് പുറത്തായി. ഓപ്പണർ റയാൻ റിക്കിൾട്ടൺ, എയ്ഡൻ മാർക്രം, ഹെൻറിച്ച് ക്ലാസൻ, വിയാൻ മുൾഡർ, മാർക്കോ യാൻസൺ, കേശവ് മഹാരാജ്, കഹീസോ റബാദ എന്നിങ്ങനെയാണ് മറ്റു ബാറ്റർമാരുടെ പ്രകടനം. കിവീസിനായി സാൻഡിന് പുറമെ 2 വിക്കറ്റ് വീതം പിഴുതുമാറ്റി ഹെൻറി, ഗ്ലെൻ ഫിലിപ്സ്, ഓരോ വിക്കറ്റ് വീഴ്ത്തിയ മൈക്കൽ ബ്രേസൽ, രജിൻ രവീന്ദ്ര എന്നിവരും തിളങ്ങി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായി 3 ഏകദിനങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡിലേക്ക് ബാറ്റ് ചെയ്യേണ്ടിയ കെയ്ൻ വില്യംസൺ ICC ഏകദിന ടൂർണമെന്റുകളിൽ ഏറ്റവും കുറവ് ഇന്നിംഗ്സുകളിൽ നിന്ന് 5 സെഞ്ചുറികൾ നേടുന്ന താരമെന്ന ഇന്ത്യയുടെ മുൻ താരം ശിഖർ ധവാന്റെ റെക്കോർഡ് സ്വന്തം പേരിലേക്ക് മാറ്റിയ ഇന്ത്യൻ വംശജൻ കൂടിയായ രജിൻ രവീന്ദ്ര. ഇവരുടെ ഇന്നിംഗ്സുകളുടെ ബലത്തിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ന്യൂസിലൻഡ് കൂറ്റൻ വിജയ ലക്ഷ്യം ഉയർത്തിയത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കിവീസ് നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 362 റൺസ്. ടൂർണമെന്റിലെ 2ാം സെഞ്ചുറി കുറിച്ച ഓപ്പണർ രജിൻ രവീന്ദ്ര 108 റൺസുമായി കിവീസിന്റെ ടോപ്പ് സ്കോററായി. 101 പന്തിൽ 13 ഫോറും 1 സിക്സും സഹിതമാണ് രവീന്ദ്ര 108 റൺസ് എടുത്തത്. കെയ്ൻ വില്യംസൺ 94 പന്തിൽ 10 ഫോറും 2 സിക്സും സഹിതം 102 റൺസ് എടുത്ത് പുറത്തായി. ICC ടൂർണമെന്റുകളിൽ രജിന്റെ 5ാമത്തെയും വില്യംസന്റെ 4ാമത്തെയും സെഞ്ചുറിയാണിത്. ടൂർണമെന്റിൽ ന്യൂസിലൻഡ് താരങ്ങൾ ഇതുവരെ നേടിയ 5 സെഞ്ചുറികളും റെക്കോർഡാണ്. 2006-ൽ 4 സെഞ്ചുറികൾ നേടിയ വെസ്റ്റ് ഇൻഡീസ് 2ാമതായി. ചാമ്പ്യൻസ് ട്രോഫി 2ാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടോസ് നേടിയ ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റനർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിലെ അവസാന മത്സരം കൂടിയായിരുന്നു ഇത്. ഇന്ത്യ ഫൈനലിൽ കടന്നതോടെ ഫൈനൽ മത്സരം ദുബായിലാകും നടക്കുക. ഫലത്തിൽ ലഹോറിലെ ഗത്താഫി സ്റ്റേഡിയത്തിൽ നടന്ന 2ാം സെമി ഫൈനൽ പാകിസ്ഥാനിൽ ഇത്തവണ നടക്കുന്ന അവസാന ചാമ്പ്യൻസ് ട്രോഫി മത്സരമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.